കഥയുടെ 41-ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഥയുടെ പേര് അസത്യത്തിനു കൂട്ടുനിൽക്കാത്ത വക്കീൽ. ഗാന്ധിജി കുറെ കാലം ദക്ഷിണാഫ്രിക്കയിൽ ജോഹാനസ്ബർഗിൽ വക്കീലായി ജോലി നോക്കുകയുണ്ടായി. സത്യസന്ധമെന്ന് ബോധ്യമായ കേസുകൾ മാത്രമേ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയിരുന്നുള്ളൂ. ഒരിക്കൽ അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹം തൻ്റെ കക്ഷിക്ക് വേണ്ടി വാദിക്കാനെത്തി. കേസ് നടത്തിക്കൊണ്ടിരിക്കെ തൻ്റെ കക്ഷിയുടെ വാദങ്ങൾ കള്ളമാണെന്ന് അയാൾ തന്നിൽ നിന്ന് സത്യം മറച്ചു പിടിക്കുകയാണെന്നും ഗാന്ധിജിക്ക് മനസ്സിലായി. എതിർ വക്കീലിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അയാൾ പതറുന്നതും ഗാന്ധിജി കണ്ടു. വളരെ ന്യായമായ കേസാണെന്ന് പറഞ്ഞാണ് നേരത്തെ അയാൾ ഗാന്ധിജിയെ സമീപിച്ചത്. പക്ഷേ തന്നോട് വിശ്വാസവഞ്ചന കാണിച്ച ആ കക്ഷിയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മഹാപാപമാണെന്ന് അദ്ദേഹം കരുതി. കേസിൻ്റെ വിചാരണ വേളയിൽ ഗാന്ധിജി മജിസ്ട്രേറ്റിനോട് പറഞ്ഞു, എൻ്റെ കക്ഷിയുടെ വാദം സത്യസന്ധമല്ല. അതിനാൽ ഈ കേസ് നിരുപാധികം തള്ളിക്കളയണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ഗാന്ധിജിയുടെ ഈ അഭ്യർത്ഥന കേട്ട് കോടതിയിലുണ്ടായിരുന്നവർ അന്തം വിട്ടു നിന്നു. എതിർഭാഗം വക്കീൽ അത്ഭുതസ്തബ്ധനായി. ഗാന്ധിജിയുടെ സത്യസന്ധതയെ മജിസ്ട്രേറ്റ് അഭിനന്ദിച്ചു. ആ കേസ് തള്ളിക്കളഞ്ഞു. കക്ഷിക്ക് വേണ്ടി കള്ളം പറഞ്ഞ് കേസ് ജയിക്കുന്നതല്ല ഒരു വക്കീലിൻ്റെ മിടുക്ക്. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടമാണ് നാം നടത്തേണ്ടത്. വക്കീൽ പണി കാശുണ്ടാക്കാനുള്ള കൂലിപ്പണിയല്ല, ഗാന്ധിജി വിശദമാക്കി. വെള്ളക്കാരായ വക്കീലന്മാർ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്ക് മുമ്പിൽ തലകുനിച്ചു. പേരുകേട്ട ഒരു സീനിയർ വക്കീലിൻ്റെ കീഴിലാണ് ബാരിസ്റ്ററായി ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഒരിക്കൽ സീനിയർ വക്കീൽ പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, ഞാൻ ഏറ്റെടുത്ത പഴയൊരു കേസുണ്ട്. എനിക്ക് വലിയ തിരക്കുള്ളതുകൊണ്ട് അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഏതാണ് ആ കേസ്? ഒരു അക്കൗണ്ടൻറ്റിന് കണക്കിൽ പിശക് വന്ന കേസാണ്. പ്രതി കുറ്റം ഏറ്റുപറയാതിരുന്നാൽ കേസ് നമുക്ക് നിഷ്പ്രയാസം ജയിക്കാം. സീനിയർ വക്കീൽ പറഞ്ഞു. സത്യം മറച്ചുവെച്ച് സംസാരിച്ചാൽ കുറുക്കുവഴിയിലൂടെ കേസ് ജയിക്കാമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ സത്യം മറച്ചുവെച്ച് സംസാരിക്കുന്നത് ശരിയല്ലെന്ന് ഗാന്ധിജി തൻ്റെ സീനിയറിനെ അറിയിച്ചു. ഈ തെറ്റ് സമ്മതിക്കുന്നത് കൊണ്ട് നാം തോൽക്കുന്നുവെങ്കിൽ തോൽക്കട്ടെ, പക്ഷേ ഒടുവിൽ സത്യം ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഗാന്ധിജിയുടെ ഈ വാദം സീനിയർ വക്കീൽ അംഗീകരിച്ചില്ല. അതോടെ സീനിയർ വക്കീൽ കേസിൻ്റെ വക്കാലത്ത് തന്നെ പിൻവലിച്ചു. ഇനി എന്തു ചെയ്യും? പ്രതി ആകെ അങ്കലാപ്പിലായി. ഗാന്ധിജി ആ കേസ് ഏറ്റെടുത്തു. തൻ്റെ കക്ഷിക്ക് കണക്കിൽ വന്ന പിശകാണ് കേസിന് ആധാരമെന്നും അങ്ങനെ ഒരു പിശക് മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ലെന്നും അദ്ദേഹം കോടതിയെ രേഖാമൂലം ബോധ്യപ്പെടുത്തി. രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം കോടതി വിധിച്ചു. എത്ര കേമനായ അക്കൗണ്ടന്റിനും പറ്റാവുന്ന ഒരു നോട്ടപ്പിശകാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള കോടതിക്ക് ബോധ്യമായതിനാൽ ഇനിയൊരു വിചാരണയ്ക്ക് വിടാതെ ഈ കേസ് തള്ളിക്കളയുന്നു. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അത്. സത്യത്തെ ബലി കഴിക്കാതെയും വക്കീൽ പണി ചെയ്യാൻ കഴിയുമെന്ന് ഗാന്ധിജി അങ്ങനെ തെളിയിച്ചു. മക്കളെ, ഗാന്ധിജിയുടെ സത്യസന്ധത എന്നും പ്രശസ്തമാണ്. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.